കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു പൂരിയാണ്. ഉരുളക്കിഴങ്ങും ആട്ടപ്പൊടിയും ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന പൂരിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പൂരിയാണ്. നല്ല സോഫ്റ്റുമാണ്. കാണിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് ആട്ടപ്പൊടിയാണ്. ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് ഈ ആട്ടപ്പൊടിയിലേക്ക് ഗ്രേറ്റ് ചെയ്തിടാം. പുഴുങ്ങി നമുക്ക് കൈകൊണ്ട് ഉടച്ചിടുന്നേക്കാളും നന്നായിട്ട് ഈ ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഒട്ടും കട്ടയില്ലാതെ കിട്ടും. അതിനായിട്ടാണ്. കട്ടയുണ്ടെങ്കിൽ അത് പൂരി ഉണ്ടാക്കുമ്പോൾ നന്നായി പൊങ്ങി വരില്ല. ഉരുളക്കിഴങ്ങ് പൊടിയിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില, അത് തണ്ടില്ലാതെ ചെറുതായി അരിഞ്ഞെടുക്കണം, ഇല മാത്രമായിട്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. ഇപ്പം ഞാൻ പൊടിയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. വെള്ളം കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. വെള്ളം കൂടിപ്പോയാൽ നമുക്ക് പരത്താനായിട്ട് ബുദ്ധിമുട്ടാവും. കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. നമുക്ക് ചപ്പാത്തി, പൂരി ഇതൊക്കെ കുഴക്കില്ലേ, അതേ പാകത്തിന് വേണം പൊടി കുഴച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിൽ. എന്നിട്ട് കൈ കൊണ്ട് ഒന്നും കൂടി കുഴയ്ക്കാം. ഓയിൽ നമ്മുടെ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തണ പോലെ ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഓയിൽ മാവിൻ്റെ എല്ലാ ഭാഗത്തും കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. അപ്പോൾ അതൊന്നും കൂടിയും സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റോളായിട്ടുണ്ട് നമ്മളിത് മൂടി വെച്ചിട്ട്. ഇനി നമുക്കത് മൂടി മാറ്റി നോക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ബോളുകളാക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കാനായിട്ട് ഇതുപോലെ ബോളുകളാക്കി വെക്കില്ലേ, അതുപോലെ ബോൾസ് ആക്കിയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഈ മാവെല്ലാം ഇതുപോലെ ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോളുകളും എടുത്ത് ചപ്പാത്തി പ്രസ്സിൽ വെച്ച് പരത്തിയെടുക്കാം. ചപ്പാത്തി പ്രസ് ഇല്ലാത്തവർ ചപ്പാത്തി ഉണ്ടാക്കണ കല്ലിൽ വെച്ച് പരത്തിയെടുത്താലും മതി. ചപ്പാത്തി പ്രസ്സിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തടകി കൊടുക്കാം. ഈ സൈഡിലും കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. നമുക്ക് ഓരോ ബോളും എടുത്ത് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ പൂരി പരത്തി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കിനി പൂരി വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം മാത്രം നമുക്ക് ഓരോ പൂരിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നോർമൽ ഫ്ലെയിമിലിട്ടാൽ മതി, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് 2 പുറവും നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം. എല്ലാ പൂരിയും നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ഉരുളക്കിഴങ്ങ് പൂരി റെഡി ആയിട്ടുണ്ട്.
നല്ല കുമിള പോലെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ടിഫിനായിട്ടോ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് മസാലക്കറിയുടെ കൂടെയോ ബീഫിൻ്റെ കൂടെയൊക്കെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.